ശരിക്കും ഇങ്ങനെയുള്ളവരെ നമ്മള് പൊതുജനവാ നേരിടേണ്ടത്. കിട്ടുന്നിടത്ത് തന്നെ തല്ലി കൊല്ലണം. ഇവളെയൊക്കെ അത് തന്നെയാ വേണ്ടത്. ഞാൻ കൊടുക്കാനുള്ളത് ഇവളുടെ കവളി തന്നെ കൊടുത്തു. ഇനി നിങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനം കൊടുത്തേക്ക്. ഇത്തരം തട്ടിപ്പുകാരിയെ പൊതുജനം തല്ലി ഓടിക്കണം. തല്ലി ഓടിക്കവളെ. ഇത് വെറും ഒരു തുടക്കം മാത്രമാ. ഇവളിനി സമാധാനത്തോടെ ജീവിക്കില്ല. ഇത് ജ്യോതിശാലയല്ലേ? എന്താ ഇവിടെ? അമ്മയ്ക്കൊരു സത്യം ബോധ്യപ്പെടുത്തി തരാനാ. എന്ത് സത്യം? ഇവിടുത്തെ ജോത്സ്യം പറഞ്ഞ കള്ളത്തരവാ അമ്മ വിശ്വസിച്ചിരിക്കുന്ന. അതാ അമ്മ ശ്യാമോട് ഇത്ര ദേഷ്യം കാണിക്കുന്ന. ഇന്നമ്മ യഥാർത്ഥ സത്യം അറിയണം. ഇനി പുതിയ സത്യമൊന്നും എനിക്ക് അറിയണമെന്നില്ല. അങ്ങനെ എന്നെ പറ്റിക്കാനും നോക്കണ്ട. പറ്റിച്ചത് ആരാണെന്ന് അമ്മയ്ക്കിപ്പൊ മനസ്സിലാവും. വന്നേ. അത് വാ അമ്മേ. ഓ, ഇപ്പൊ മനസ്സിലായി. എല്ലാം ഇവളുടെ പ്ലാനിങ് ആയിരുന്നു അല്ലേ? തെറ്റുകാരിയല്ലാന്ന് എന്നെ ബോധ്യപ്പെടുത്താനുള്ള പ്ലാനിങ്. അമ്മ വെറുതെ ശ്യാമയെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അമ്മ വരൂ. അഖി, ഓക്കെ, അമ്മ ഇവിടെ നിന്ന് കണ്ടോ. ഞാനും ശ്യാമയും ജോൾസിന്റെ അടുത്തേക്ക് ചെല്ലാൻ പോവാ. എന്താ ആള് പറയുന്നെന്ന് കേട്ടോ. ഞാനും ശ്യാമയും 1 വർഷത്തേക്ക് ഭാര്യ ഭർത്തക്കന്മാരായി കഴിയരുതെന്ന് പറഞ്ഞത് ദേ ആയിരിക്കുന്ന ജോൾസിനല്ലേ? ആ അതെ, ആ ആള് തന്നെയാ. ഇപ്പൊ അയാൾ ഞങ്ങളെ രണ്ടാളെയും മറന്നിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ജാതകം നോക്കി അയാൾ എന്താണ് പറയുന്നത് അമ്മ ഇവിടെ നിന്ന് കേൾക്കണം. ശ്യാമ ഒന്ന്. ഓം വിഘ്നേശ്വരായ നമഃ. ഇരുന്നോളൂ. ഇരിക്കെ. തിരുമേനി, ജാതക പൊരുത്തം നോക്കാനാ. രണ്ടാളും വിവാഹിതരാണെന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പോ എന്തിനാ ജാതക പൊരുത്തം നോക്കുന്നത്? അത് ജാതക പൊരുത്തം നോക്കാതെ ഒന്നിച്ച് ജീവിച്ചതാ ഞങ്ങള്. ഇപ്പൊ ഒന്ന് പൊരുത്തം നോക്കണമെന്ന് തോന്നി. നന്നായി. ഒരു ജ്യോതിഷ പണ്ഡിതനെ കൊണ്ട് തന്നെ ജാതക പൊരുത്തം നോക്കണമെന്ന് തീരുമാനിച്ചു. അതാ ഇവിടെ തന്നെ വന്നത്. ആ, ഇത് രണ്ടും ഉത്തമ ജാതകമാണല്ലോ. 10ൽ 10 പൊരുത്തം. ഇങ്ങനെ 10 പൊരുത്തവും ഒത്തുവരുന്ന ജാതകങ്ങള് അപൂർവമാണ്. ദീർഘസുമംഗലി ആയിരിക്കും ഈ കുട്ടി. മാത്രമല്ല സത്സന്താന ലബ്ധിയും കാണുന്നു.
ദക്ഷിണ വെച്ചോളൂ. ഇതിനു മുൻപ് ഈ ജാതകത്തിന്റെ പൊരുത്തം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഈ ജാതകങ്ങൾ ആദ്യമായിട്ടാ നോക്കുന്നതെന്ന്? അല്ല, മുൻപ് ഈ ജാതകങ്ങൾ രണ്ടും നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ആനന്ദ നിലയത്തിൽ അഖിൽ ശ്യാമ ഓർമ്മയുണ്ടോ? ഒരു വർഷത്തേക്ക് ഈ ജാതകത്തിന്റെ ഉടമകളായ അഖിലും ശ്യാമയും ദാമ്പത്യ ബന്ധം പാടില്ലെന്ന് നിങ്ങൾ മുൻപ് പ്രവചിച്ചില്ലേ? എന്താ നാ പറഞ്ഞിപ്പോയോ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല അല്ലേ? ഇപ്പൊ ഞാൻ ശരിക്കും ഓർമ്മ വരുത്തി തരാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അന്നൊരാള് പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞത്. ഇരിക്കടോ. ആര് പറഞ്ഞു അത് പറ. ജഗന്നാഥൻ പറഞ്ഞിട്ടാ. എനിക്ക് കുറച്ച് രൂപ തന്നപ്പോ ഞാൻ ആ കള്ളം പറഞ്ഞുപോയി. ഞാൻ കാല് പിടിക്കാം, എന്നെ ഉപദ്രവിക്കരുത്. ആ ഒരു കള്ളം പറഞ്ഞതിന്റെ പേരില് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തനിക്കറിയോ? ഇനി ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല. ഈ കൊളുത്തി വച്ചിരിക്കുന്ന നിലവിളക്കിനാണ് സത്യം. ഈ ഇരിക്കുന്ന ദൈവങ്ങളാണ് സത്യം. ഒരു തവണത്തേക്ക് ക്ഷമിക്കണം. ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. സർ, മതി, സത്യം തെളിഞ്ഞല്ലോ, നമുക്ക് പോവാം. സർ, വാ വാ വരാൻ. സർ, അല്ല, അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ആ ദേ, അമ്മ അവിടെ ഉണ്ട്. വാ. അമ്മയ്ക്കിപ്പോ സത്യം ബോധ്യായില്ലേ? ആ ചതി ബോധ്യപ്പെടുത്തി തരാനാ ഞാൻ അമ്മ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന. അമ്മ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞ്, അത് അമ്മയുടെ അഖിമോന്റെ കുഞ്ഞാ. അമ്മ ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞിനെ വെറുക്കരുത്. അമ്മേ, മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്നറിയാം. അയ്യോ, എന്നാലും എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ചോദിക്കുക. മാപ്പ് മോളെ. അമ്മ, മോൾ എനിക്ക് മാപ്പ് തരണം. മോൾ അമ്മയോട് ക്ഷമിക്കണം. അമ്മ, അമ്മ എന്നോട് മാപ്പ് ചോദിക്കുകയാണോ? എന്റെ മോളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടില്ലേ? മാപ്പ്. ശോ, അമ്മ മതി. വേണ്ട, നീ ഒന്നും പറയണ്ട. നിന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ, ലാളിക്കാൻ എനിക്ക് ഈ മുത്തശ്ശിക്ക് കൊതി തോന്നുക.
ഈ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാതെ പറയുക. എന്റെ അക്കിമോന്റെ കുഞ്ഞ് വളരേണ്ടത് നമ്മുടെ വീട്ടിലാ. ഇനി അതിന് നിങ്ങൾ രണ്ടാളെ എതിര് നിൽക്കരുത്, കേട്ടല്ലോ? എന്റെ അമ്മ ഒടുവിൽ ശ്യാമയെ, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങി. എല്ലാം എന്റെ അക്കിമോന്റെയാ. ഇതെന്റെ അക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു. എവിടെ പോയാലും ഈ ഉടുപ്പ് തന്നെ ഇടണം, ഇല്ലെങ്കിൽ പിണങ്ങായിരുന്നു. മഹാവികൃതിയായിരുന്നു എന്റെ അക്കി. ഇനി എന്റെ കുഞ്ഞക്കിയും കുസൃതിക്ക് ഒട്ടും മോശാവില്ല. അല്ല, ഈ അമ്മയ്ക്ക് എന്താ വട്ടായോ? പഴയ ഡ്രസ്സൊക്കെ എടുത്ത് ഉമ്മ വയ്ക്കുന്നു. അമ്മേ, ഇതെന്താ ബിസിനസ് ഒക്കെ മതിയാക്കി അമ്മ ആക്രി കച്ചവടം തുടങ്ങിയോ? അതോ തലയ്ക്ക് സുഖമില്ലാതായോ? ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചിരിക്കുന്നു. അല്ല, അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയേ? ഇതൊക്കെ എന്താ ആക്രി സാധനങ്ങളാ? അല്ല, ഇതെല്ലാം എന്റെ കുഞ്ഞക്കിമോന്റെയാ. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഈ പഴയ ഡ്രസ്സും ഈ പൊട്ടിപ്പൊളിഞ്ഞ കളിപ്പാട്ടങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നോ? അതെന്തിനാ അമ്മേ? തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള പഴയ ഓർമ്മകൾ ഏതൊരമ്മയ്ക്കും വല്ലാത്ത സുഖ. അതൊക്കെ ഒരമ്മയ്ക്ക് മനസ്സിലാവും, ഒരമ്മയ്ക്ക് മനസ്സിലാവും. മറ്റാർക്കും അതൊന്നും മനസ്സിലാവില്ലേ? ഇല്ല, ഒരു കുഞ്ഞിനെ 10 മാസം ചുമന്ന് പ്രസവിച്ച് സ്നേഹിച്ചോമനിച്ച് വളർത്തിയിട്ടുള്ളവർക്കേ അത് മനസ്സിലാവും. ആ മാത്രമുള്ള ഓർമ്മകൾ അനുഭവിക്കണമെങ്കിൽ നീ ഒരമ്മയാവണം. എന്താ അമ്മ ഇവിടെ? ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കുമ്പോഴാ ഒരു പെണ്ണിന്റെ ജീവിതം പൂർണ്ണമാവുന്നതെന്ന് ഞാൻ ഐശ്വര്യയോട് പറയായിരുന്നു. അല്ല, അതിനകത്ത് എന്താ അമ്മേ? ആ ഇതെല്ലാം അക്കിയുടേതാണോ അമ്മേ? ഇതെല്ലാം കാണുമ്പോ അവന്റെ ആ പഴയ കുസൃതിയും ഓട്ടവും പുഞ്ചിരിയും എല്ലാം ഞാൻ അറിയാതങ്ങ് ഓർത്തു പോവാ. ഇപ്പൊ അമ്മയ്ക്ക് ഏതായാലും ഒരു കുഞ്ഞാക്കി മോനെ കിട്ടാൻ പോവല്ലേ? ഇപ്പൊ അതിന്റെ ത്രില്ലിലാ ഞാൻ. ആ, ഞാൻ ഐശ്വര്യയോടും അമൃതയോടും ഒരു കാര്യം പറയാനിരുന്നതാ. എന്താ അമ്മേ? നിങ്ങൾ രണ്ടാളും ശ്യാമയുടെ വീട് വരെ ഒന്ന് പോണം. എന്തിന്? അഖിമോനെ ശ്യാമയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇനി അവര് ഇവിടെ നമുക്കൊപ്പം കഴിഞ്ഞാൽ മതി.
വളരെ നല്ല തീരുമാനം. ഇനി വൈകിക്കണ്ട, രണ്ടാളും ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. അമ്മേ, അത് കുറെ നാൾ മുമ്പല്ലേ ഒരു ജോത്സ്യൻ 1 വർഷം കഴിഞ്ഞേ ശ്യാമ പ്രഗ്നന്റ് ആകാവുള്ളൂ എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ അഖിക്കും ആ കുഞ്ഞിനൊക്കെ ദോഷമാണെന്നല്ലേ അയാൾ പറഞ്ഞത്? അതൊക്കെ പച്ച കള്ളായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരു കള്ള ജോത്സ്യൻ അയാള്. ഞാൻ അയാളെ കണ്ടിരുന്നു. അല്ല, ഇത് പറഞ്ഞപ്പോ ഐശ്വര്യന്ദ്ര ഇങ്ങനെ ടെൻഷൻ ആവുന്ന? ഏയ്, ഓരോ കളത്തരങ്ങളെ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ജഗന്നാഥൻ മാത്രം ആവില്ല, വേറെ പലരും കാണും. ആ കള്ള ജോൾസിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെയാണെന്ന് അയാൾ പറയും. ഈശ്വര, പ്രശ്നാവോ? എന്തായാലും അമൃത ഐശ്വര്യം ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ശ്യാമയും അഖിയും ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ കാര്യം ഞാൻ ഏറ്റമ്മ എന്തായാലും. എന്നാൽ രണ്ടാളും ചെന്നു, വൈകിക്കണ്ട. ചെല്ല്. വസു ഇപ്പൊ എടുത്തത് ഉചിതമായ തീരുമാനം തന്നെ. നമ്മുടെ അഖിമോന്റെ കുഞ്ഞു വളരേണ്ടത് ഈ വീട്ടിൽ തന്നെയാ. പിന്നെ ഇത് വിശ്വസിക്കാലോ. ദേ, പഴയതുപോലെ അവര് രണ്ടാളും വന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കാനല്ലല്ലോ. ഏയ്, ഞാൻ ആത്മാർത്ഥതയോടെയാ ശ്യാമയും അഖിയും ഇവിടേക്ക് വിളിക്കുന്നേ. ഇനിയും പഴയതുപോലെ പ്രശ്നം ഉണ്ടാക്കാനാണ് അവരെ വിളിക്കുന്നെങ്കിലേ ഞാനൊരു കാര്യം ഇപ്പോഴേ പറയാം. ഇനി വിളിച്ചു വരുത്തി വസു അവരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്റെ കൈന്റെ ചൂട് വസു അറിയുവേ, ഓർത്തോണം. ചേച്ചി ടെൻഷൻ ആവാതെ. ഐശ്വര്യയുടെ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ ആരായാലും ഇതൊക്കെ തന്നെ ചെയ്യൂ. അവരുടെ പക്ഷത്ത് നോക്കുമ്പോ അവരാണ് ശരി. എനിക്കതറിയാം ശ്യാമേ. അരുണും ഐശ്വര്യ സുഖമായിട്ട് ജീവിച്ചോട്ടെ. അവർക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ മോളെയും കൊണ്ട് എവിടെയെങ്കിലും പൊയ്ക്കോളാം. ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മോളെയും കൊണ്ട് ഇനി മറ്റെവിടെ പോവാനാ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അരുണും ഐശ്വര്യക്കും ഞാനൊരു ശല്യം ആവരുതെന്നേ ഉള്ളൂ. എന്തായാലും ഇത്രയും കാലം ഒറ്റപ്പെട്ട് തന്നെയല്ലേ കഴിഞ്ഞത്. ഇനിയും അത് മതി. എനിക്കും മോൾക്കും ആകെ ആശ്വാസമായിട്ടുണ്ടായിരുന്നത് ശ്യാമയും അഖിയുവാ. നിങ്ങൾക്ക് ഞാൻ കൂടുതൽ ബാധ്യതയാവാൻ പാടില്ല. ചേച്ചി എന്തായാലും അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ചേച്ചി ഇപ്പൊ ആ വീട് വിട്ട് എങ്ങും പോകുന്നില്ല. ഐശ്വര്യ അടുത്തേക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് നോക്കട്ടെ. അതെന്ത് തന്നെ ആയാലും ഞങ്ങളുണ്ടാവും കൂടെ. ചേച്ചിക്ക് അറിയാലോ, ഐശ്വര്യടുത്തിയും അരുണേട്ടനും ഒരുമിച്ച് ജീവിക്കുന്നേ ഉള്ളൂ. മനപ്പൊരുത്തമില്ല. ജീവിതത്തിൽ ആകെ അസ്വസ്ഥന അരുണേട്ടൻ. ഐശ്വര്യടുത്തിയുടെ രീതികളുമായി അരുണേട്ടന് ഒത്തുപോകാനാവുന്നില്ല. പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അരുണേട്ടൻ. ശ്രീകുട്ടിയാ ഇപ്പൊ അരുണേട്ടന്റെ ഏക ആശ്വാസം. അതാ അരുണേട്ടൻ എപ്പോഴും ഇങ്ങനെ മോളെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നേ. ചേച്ചി നമ്മളായിട്ട് ആ സന്തോഷം കളയണോ? സ്വന്തം അച്ഛനാണെന്ന് അറിയില്ലെങ്കിലും ശ്രീകുട്ടിക്ക് അരുണേട്ടന് അത്രയ്ക്ക് ഇഷ്ടം. അച്ഛനെയും മകളെയും നമ്മളെ വേർപിരിക്കണോ? ആ സന്തോഷം കളയണോ? ചേച്ചി ആലോചിക്കേ.
അയ്യോ ഇതാരൊക്കെയാ മോളെ ശ്യാമേ? അയ്യോ ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? വാ മോളകത്തേക്ക് വാ. ശ്യാമ എവിടെ? ശ്യാമ അകത്തുണ്ട്, അഖിമോനും ഉണ്ട്. അച്ഛനും അമ്മയും വന്നില്ലേ? അവരൊരു കല്യാണത്തിന് പോയിരിക്കുക. അമൃതയെടുത്തി. അശ്വതീച്ച മോളും ഇവിടെ ഉണ്ടല്ലോ. ഐശ്വര്യ എടുത്ത് കണ്ട ഇനിയിപ്പോ എന്ത് ചെയ്യും?